കഴുകിയാലും നാറ്റം പോകുന്നില്ലെന്ന് പരിതപിക്കുന്ന ഒരു സാധനമാണ് മീൻ. മീനെ മീൻമണമേ എന്നതാണ് പുസ്തകത്തിന്റെ പേര്. ഒരുപക്ഷെ പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും കൗതുകത്തോടെ ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്, ഇങ്ങനെ ഒരു പേര് എന്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പേര് സ്വീകരിച്ചു എന്നത്. ഞാൻ അത് പറഞ്ഞില്ലെങ്കിൽ മറ്റാരും അതിനെക്കുറിച്ച് സംസാരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യങ്ങളെയാണ് ഞാൻ എൻ്റെ കവിതയിലേക്ക് കൊണ്ടുവരാൻ ബോധപൂർവം ശ്രമിക്കാറുള്ളത്. എനിക്ക് തോന്നുന്നു മലയാള സാഹിത്യത്തിന്റെ ചരിത്രത്തിൽ, മലയാള നോവൽ സാഹിത്യത്തിന്റെ ചരിത്രത്തിൽ ഒരു ശവം കിടപ്പുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലെ കണ്ണിയായിട്ടാണ് ക്യൂർ സാഹിത്യം എന്ന് പറയുന്ന രീതിയിലേക്ക് മലയാള സാഹിത്യത്തിൽ ഇതുവരെ കേൾക്കാത്ത വെള്ളിയാഴ്ച രാത്രി വെളിച്ചപ്പന്തുകളി എന്നത് നാട്ടിൻപുറത്തിലുണ്ടാവും ഒക്കെ നമ്മളെല്ലാം കേട്ടിട്ടുള്ള പോക്കുവരവ് എന്ന മിത്ത് എന്ന ആ ഒരു മിത്തിനെ എടുത്തുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. നേരത്തെ മധുപാൽ സാർ പറഞ്ഞതുപോലെ കവിതയിൽ വലിയ മാറ്റങ്ങൾ നടക്കുകയാണ്. മലയാള കവിത ഇതുവരെ നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ ബോധത്തിൽ നിന്നും മാറിക്കൊണ്ട് വ്യക്തി ജീവിതത്തിന്റെ അല്ലെങ്കിൽ അനുഭവങ്ങളുടെ ഒരു സോഷ്യലൈസേഷൻ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് നമുക്കിപ്പോൾ ആതിരയുടെ കവിത എടുത്തു നോക്കിയാലും ആദിയുടെ കവിത എടുത്തു നോക്കിയാലും അമൃതയായാലും ഒക്കെ നമുക്കത് കാണാൻ സാധിക്കും. പ്രധാനമായിട്ട് സ്ത്രീ ശരീര രാഷ്ട്രീയങ്ങൾ, അതുപോലെ തന്നെ ദളിത് അനുഭവങ്ങൾ, ക്യൂർ സ്വത്വബോധങ്ങൾ തുടങ്ങിയവയൊക്കെ ഒരു കാലഘട്ടത്തിൽ മറച്ചു വെച്ചിരുന്ന കാര്യങ്ങളെ ഇന്ന് മുഖ്യധാരയിലേക്ക് കവിതയിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ പരിവർത്തനമാണ് എന്നുള്ളതാണ്. നമ്മുടെ ആതിര എന്നോട് പറഞ്ഞു, മഞ്ജുഷി ആദ്യം എൻ്റെ ചോദ്യം എന്നോട് ചോദിക്കരുതെന്ന്. ഇവിടെ വിളിച്ചിരുത്തിയ ക്രമത്തിലാണ് ആതിര ഞാൻ ചോദിക്കുന്നത്. നമ്മൾ എത്ര കഴുകിയാലും നാറ്റം പോകുന്നില്ലെന്ന് പരിതപിക്കുന്ന ഒരു സാധനമാണ് മീൻ. മുറിച്ചവർക്കൊക്കെ അറിയാം, എത്ര കഴുകിയാലും പുതിയ മാറ്റം എന്തെങ്കിലും ഉണ്ടോ, നാറ്റം കളയാനുള്ള വഴികൾ എന്തെങ്കിലും ഉണ്ടോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കാലങ്ങളായി തുടരുന്നത്. അവിടെയാണ് ഒരാൾ വളരെ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, ലാളിത്യത്തോടെ മീനേ മീൻമണമേ എന്ന് വിളിച്ചു തുടങ്ങിയത്. നാറ്റത്തെ ഇത്രമാത്രം മണം ആസ്വദിച്ച് വാത്സല്യത്തോടെ ലാളനയോടെ വിളിക്കാൻ എങ്ങനെയാണ് ആതിര നിനക്ക് കഴിഞ്ഞത് എന്നുള്ളതാണ്. കാലങ്ങളായി നിലനിൽക്കുന്ന പാരമ്പര്യത്തിൻ്റെ നാറ്റങ്ങളെ ഇത്രയും നല്ല ലാളിത്യത്തോടെയുള്ള മണമാക്കി മാറ്റാൻ ആദ്യ ശീർഷകത്തിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ് ആതിരയുടെ പുസ്തകത്തിന്. എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ്. അതും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവേണ്ട ഒരു പ്രായത്തിലേക്കൊന്നും അതിലെത്തിയെന്ന് പറയാൻ കഴിയില്ല. ജീവിതാനുഭവങ്ങൾ എങ്ങനെയാണ് ജീവിച്ച കാലഘട്ടത്തിനപ്പുറത്തേക്ക് മനുഷ്യനെ പക്വതയുള്ളവരാക്കി മാറ്റുന്നു എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ മീനേ മീൻമണമേ എന്ന ശീർഷകത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവെക്കുന്നു. ചോദ്യം എൻ്റെ പുസ്തകത്തിന്റെ പേരിൽ നിന്ന് തന്നെയാണ്. മീനേ മീൻമണമേ എന്നതാണ് പുസ്തകത്തിന്റെ പേര്. ഒരുപക്ഷെ പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും കൗതുകത്തോടെ ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്, ഇങ്ങനെ ഒരു പേര് എന്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പേര് സ്വീകരിച്ചു എന്നത്. അതിനെപ്പറ്റി പറയുമ്പോൾ ചിലപ്പോൾ കവിതയെക്കുറിച്ച് കുറച്ചധികം പറയേണ്ടി വരും. നേരത്തെ മഞ്ജുച്ചി പറഞ്ഞതുപോലെ ഇതുവരെ നമ്മുടെ കവിതയിലാണെങ്കിലും സാഹിത്യത്തിലാണെങ്കിലും പറയാത്ത ചില കാര്യങ്ങളെ, അല്ലെങ്കിൽ ഞാൻ അത് പറഞ്ഞില്ലെങ്കിൽ മറ്റാരും അതിനെക്കുറിച്ച് സംസാരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യങ്ങളെയാണ് ഞാൻ എൻ്റെ കവിതയിലേക്ക് കൊണ്ടുവരാൻ ബോധപൂർവം ശ്രമിക്കാറുള്ളത്. അത്തരത്തിലാണ് ജീവിച്ച ചുറ്റുപാടുകൾ, അല്ലെങ്കിൽ എൻ്റെ ബാല്യകാല അനുഭവങ്ങൾ, അതൊക്കെ കോർത്തിണങ്ങുന്ന കവിതകൾ ഉണ്ടായിട്ടുള്ളത്. എൻ്റെ വീടെന്ന് പറയുന്നത് ഒരു കണ്ടൽക്കാട് പരിസരത്താണ്. അതുകൊണ്ട് തന്നെ ജീവിതം മുഴുവൻ ഈ ഞണ്ടുകളും മീനുകളും തോടുകളും കാടുകളും ഒക്കെ നിറഞ്ഞ ഒരു അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ ആ ചെറിയ പ്രായത്തിലേ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം ഇല്ല. അപ്പോൾ ആ ജീവിതത്തിൽ ഇതൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ തീർച്ചയായും കവിതയിലേക്കും അത് സ്വാഭാവികമായിട്ട് കടന്നു വരികയും ചെയ്യും. അപ്പോൾ ഈ അടുത്ത് ഞാൻ സാഹിത്യ അക്കാദമിയിൽ പോയപ്പോൾ എന്നെ അറിയാത്തൊരു മനുഷ്യൻ കുറേ നേരം എന്നെ ദൂരെ നിന്ന് നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കവിത വായിച്ചിട്ടോ അങ്ങനെ അറിയുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. കുറേ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് വളരെ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, മീൻമണമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് എനിക്ക് കിട്ടിയ അവാർഡുകളേക്കാൾ വലിയൊരു അവാർഡായിട്ട് ഞാൻ ആ ചോദ്യത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നുള്ളതാണ്. കാരണം മറ്റൊന്നുമല്ല, ഇതുവരെ ആരുടെയും മുഖത്ത് നോക്കി ആരും മീൻമണമല്ലേ എന്ന് സന്തോഷത്തോടെ ചോദിക്കുന്നതോ, അല്ലെങ്കിൽ എന്തൊരു നാറ്റാണ്, അല്ലെങ്കിൽ എന്തൊരു മണമാണ് ഇത് എന്ന് വളരെ അവജ്ഞയോടെ നമ്മൾ പറയുന്നിടത്തേക്ക് ഒരാൾ വന്ന് എന്നോട് സന്തോഷത്തോടെ, അത്രയും സ്നേഹത്തോടെ, അല്ലെങ്കിൽ ആ എന്നോടുള്ള സ്നേഹമായിട്ടല്ല ഞാൻ അതിനെ കാണുന്നത്, കവിതയോടുള്ള സ്നേഹത്തോടെ എന്നോട് ചോദിക്കുന്നത് മീൻമണമല്ലേ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മാറ്റം കവിതയിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ മനുഷ്യർക്കിടയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് ആ തലക്കെട്ടായാലും എൻ്റെ കവിതയായാലും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്നാണ് തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ
പിന്നീട് സംസാരിച്ചു. ഈ മീൻമണം നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഏകദേശം 11ഓളം അവാർഡുകൾ ഇപ്പോൾ അടുത്ത് വയലാർ യുവകവി പുരസ്കാരവും കൂടി നേടി എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇപ്പം ആതിര പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ എന്ന് പറഞ്ഞിട്ടാണ്, ഞാൻ എന്ന വ്യക്തിയിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മൾ സാധാരണയായി ഞാൻ എന്നതിനപ്പുറം പാരമ്പര്യ ധാരണകളിൽ നിന്നുള്ള ഒരു കുതറിയോട്ടം നമുക്ക് പല കവിതകളിൽ ഇപ്പോൾ കാണാം. അടുത്ത കാല കവിതകളിലാണ് പ്രത്യേകിച്ച് നോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഇതെന്നുള്ള ഒരു കുതറിയോട്ടം. ഞാൻ എന്നത് ഒരു വ്യക്തി എന്നതിനപ്പുറത്തേക്ക് ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയായി മാറുന്നു, ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടായി മാറുന്നു. ഈ തരത്തിലുള്ള ഒരു കവിതയിലെ മാറ്റം ആദിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ആദി നമ്മുടെ ഈ ഒരു ഹെട്രോനോർമേറ്റീവ് ഘടനയുടെ തകർച്ച കൃത്യമായി അടയാളപ്പെടുത്തിയതാണ് ആദിയുടെ കവിത. പെണ്ണപ്പൻ എടുത്തു നോക്കിയാലും മുടിത്തിയെടുത്തു നോക്കിയാലും എനിക്ക് തോന്നുന്നു ആദി സോഷ്യൽ മീഡിയയിലും വളരെ സജീവമായി നിൽക്കുന്ന ആദിയുടെ കവിതാ വായന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ മനോഹരമായി മലയാള കവിത വായിക്കുന്നതിനേക്കാളും മനോഹരമായിട്ട് ഇംഗ്ലീഷ് കവിത വായിക്കുമ്പോൾ എൻ്റെ ഫീലിങ്സ് എന്നെ നാലാൾ കുറച്ചധികം അറിയുന്നു എന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള പാരമ്പര്യമായ ധാരണകളെ തകർത്തെറിഞ്ഞുകൊണ്ടുള്ള ഒരു മുന്നേറ്റം ആദി എന്ന വ്യക്തിയെ അല്ലെങ്കിൽ ഒരു പ്രതിനിധാനമായി മാറ്റിയത് എങ്ങനെയാണ്? പ്രിയപ്പെട്ടവരെ, ആദ്യമേ തന്നെ ഇങ്ങനൊരു അവസരത്തിന് സ്നേഹം. എനിക്ക് തോന്നുന്നു മലയാള സാഹിത്യത്തിന്റെ ചരിത്രത്തിൽ, മലയാള നോവൽ സാഹിത്യത്തിന്റെ ചരിത്രത്തിൽ ഒരു ശവം കിടപ്പുണ്ട്. അത് ഏതാന്ന് വെച്ചാൽ സരസ്വതി വിജയൻ എന്ന് പറയുന്ന നോവലില് കുബേരൻ നമ്പൂതിരി ഒരു പാട്ട് കേൾക്കുന്നുണ്ട്. വയലിൽ നിന്ന് വരുന്ന ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് ഈ പാട്ടിന്റെ ഉറവിടം എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു നമ്പ്യാരെ ഏൽപ്പിക്കുന്നു. കാര്യസ്ഥനായിട്ടുള്ള നമ്പ്യാര് പാട്ട് കേൾക്കുന്ന ഇടം ലക്ഷ്യമാക്കി നീങ്ങുന്നു. അവിടെ ഒരു പുലയനായിട്ടുള്ള ഒരു കുട്ടി പാട്ട് പാടുന്നത് കാണുമ്പോൾ അതിനെ തല്ലി കൊല്ലുന്നു. ഇതിന് പാരിതോഷികമായിട്ട് മനുസ്മൃതി, നമ്മുടെ രാമായണത്തിലെ ശംഭൂകവധമൊക്കെ വെച്ച് ന്യായീകരിച്ചുകൊണ്ട് കുബേരൻ നമ്പൂതിരി ഈ നമ്പ്യാർക്ക് നല്ല പാരിതോഷികമൊക്കെ നൽകുന്നു. അതിന്റെ തുടർച്ചയിൽ പിന്നെ ഈ കുട്ടി മരിച്ചിട്ടുണ്ടാവില്ല, അത് വേറെ ആരുടെയോ ജഡായിരിക്കും എന്നൊക്കെയുള്ള രീതിയിലൊക്കെ അത് തുടരുന്നുണ്ട്. പക്ഷെ പാട്ട് പാടിയതിന്റെ പേരിൽ കൊല്ലപ്പെടുന്ന ശരീരങ്ങളുടെ ഒരു ചരിത്രം സാഹിത്യത്തിനകത്തുണ്ട്. സാഹിത്യം എന്ന് പറയുന്നത് എപ്പോഴും അധികാരമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ്. സാഹിത്യം എന്ന് പറയുന്ന സ്ഥാപനം, അതിന്റെ ചരിത്രം ഒക്കെ കൃത്യമായിട്ട് അധികാരമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. അത് ജാതി അധികാരമാവാം, പുരുഷാധികാരമാവാം, ലിംഗാധികാരമാവാം, അങ്ങനെ പലതരത്തിലുള്ള അധികാര ഘടനകളാൽ കെട്ടുപടിഞ്ഞ് കിടക്കുന്ന ചരിത്രമാണ് സാഹിത്യത്തിന്റെ. അത് വളരെ നിഷ്കളങ്കമായിട്ടുള്ള, ഈ വളരെ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ വളരെ ഫാഷനബിൾ ആയിട്ടുള്ള, വളരെ അതീന്ദ്രിയായിട്ടുള്ള, എന്തോ ഒരു ദൈവദാനായിട്ടുള്ള എന്തോ ഒരു സർഗശേഷി കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമൊന്നല്ല. പ്രതിഭ എന്നൊക്കെ പറയുന്ന സങ്കല്പങ്ങൾ, അതിൻ്റെ അടിസ്ഥാനമൊക്കെ ഇരിക്കുന്നത് ജാതിയായിട്ടുള്ള ഒരു യുക്തിയിലാണ്. എവിടെയാണ് നമ്മൾ പ്രതിഭ കണ്ടെത്തുന്നത്? എഴുതാൻ ശേഷിയുള്ള ആളാണ് എന്നതിൻ്റെ മുൻ ഉപാധി എന്തൊക്കെയാണ്? അതിൻ്റെ ഉപാധി എന്ന് പറയുന്നത് വായിക്കാനുള്ള ശേഷി, സാഹിത്യ പാരമ്പര്യങ്ങളുമായിട്ടുള്ള അടുപ്പം, അതിന് പറ്റിയ സാഹചര്യങ്ങൾ, ആ ഒരു മൂലധനമൊക്കെയാണ്. അപ്പം സാഹിത്യം എന്ന് പറയുന്നത് എപ്പോഴും അധികാരമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. നമുക്കറിയാം ഏത് കാലം മുതലാണ് സ്ത്രീകൾ എഴുതി തുടങ്ങുന്നത്, അതും ഏത് സ്ത്രീകളാണ് സാഹിത്യത്തിന്റെ ചരിത്രത്തിലേക്ക് എളുപ്പം കയറി വന്നത്. മാധവിക്കുട്ടി നമുക്കുണ്ട്, ലളിതാംബിക അന്തർജനമുണ്ട്. ഇവരൊക്കെ വരുന്ന പരിസരം എന്താണ്? ഇവർക്ക് എങ്ങനെയാണ് സാഹിത്യത്തിൽ ഒരു കസേരയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റിയത്? അത് കൃത്യമായിട്ട് ജാതി അധികാരമാണ്. സ്ത്രീകളുണ്ട് സാഹിത്യത്തിന്റെ ചരിത്രത്തിലുണ്ടെങ്കിലും ഏത് സ്ത്രീകൾ എന്ന ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. ദലിത് സ്ത്രീകൾ അപ്പോഴും പാടത്ത് പണിയെടുക്കുകയാണ്. അവർക്ക് സാഹിത്യശേഷി ഇല്ലായിട്ടൊന്നല്ല, അവരും സാഹിത്യം ചെയ്തിട്ടുണ്ട്, അവർ പാടിയിട്ടുണ്ട്. അവരുടെ പാട്ടുകൾ പക്ഷേ ഈ വളരെ ധ്യാനാത്മകമായിട്ടുള്ള, ആത്മീയമായിട്ടുള്ള, അതീന്ദ്രിയായിട്ടുള്ള, അമൂർത്തായിട്ടുള്ള ലോകങ്ങളിലൊന്നുമല്ല ഉള്ളത്. അവരുടെ പാട്ടും സാഹിത്യവും നിൽക്കുന്നത് അധ്വാനമായിട്ടാണ്, വളരെ ദൈനംദിന ജീവിതമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്. ഇതിനൊക്കെ മറികടന്നിട്ടാണ് സ്ത്രീകൾ എഴുതി തുടങ്ങുന്നു, ഗോത്ര കവിതകൾ ഉണ്ടാവുന്നു, പലതരത്തിലുള്ള നാനാ ജാതി മതവിഭാഗങ്ങൾ സാഹിത്യത്തിലേക്ക് വരുന്നു. ബഷീർ എഴുതുമ്പോൾ എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടായി നമ്മൾ കണ്ടതാണ്. അപ്പം അതിൻ്റെ ഏറ്റവും ഒടുവിലെ കണ്ണിയായിട്ടാണ് ക്യൂർ സാഹിത്യം എന്ന് പറയുന്ന രീതിയിലേക്ക് മലയാള സാഹിത്യത്തിൽ ഇതുവരെ കേൾക്കാത്ത, ആണും പെണ്ണും മാത്രമല്ല ശരീരങ്ങൾ, ആണും പെണ്ണിനും ഇടയിലും നടക്കുന്ന കാമന മാത്രമല്ല നിയമസാധുതയുള്ളത്, മറ്റു തരത്തിലുള്ള കാമനകൾ സാധ്യമാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ പ്രേമിക്കുന്ന ഒരു ലോകമൊക്കെ നമ്മൾ സ്വപ്നം കാണുന്നതും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതൊക്കെ വളരെ പുതിയ കാലത്താണ്. ഒരു 20 വർഷത്തെ ചരിത്രമായിരിക്കും വളരെ ദൃശ്യമായിട്ടുള്ള അത്തരം രാഷ്ട്രീയ സമരങ്ങൾക്ക് ഉണ്ടാവും. അപ്പം അതിൻ്റെ തുടർച്ചയിലാണ് ഇത്രയും കാലം നമ്മൾ ആഘോഷിച്ച സ്നേഹം, പ്രേമഭാവന എന്തായിരുന്നു, അതിൻ്റെ പരിമിതികൾ എന്താണെന്നൊക്കെയുള്ള ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവുകയും തിരുത്തലുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ തുടർച്ചയിലാണ് പെണ്ണപ്പൻ പോലെയുള്ളൊരു തലക്കെട്ട് ഒരു പുസ്തകത്തിന് ഉണ്ടാവുന്നത്. പെണ്ണപ്പൻ പോലെ ഒരു കവിത എഴുതാൻ വേണ്ടി പറ്റുന്നത്. അതുവരെ ഒരു അശ്ലീല വാക്കായിട്ട് എന്നെപ്പോലെയുള്ള മനുഷ്യരെ പെണ്ണാച്ചിന്നും 9 എന്നും ചാന്തുപൊട്ടു എന്നൊക്കെ വിളിച്ചെടുത്തുനിന്ന് അത്തരം വാക്കുകളെ തന്നെ വളരെ രാഷ്ട്രീയ മൂല്യമുള്ള ഒരു
പ്രയോഗമായിട്ട് തിരിച്ചുപയോഗിക്കാവുന്ന ഒന്നായിട്ട് മാറ്റുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് സാഹിത്യം അതിൻ്റെ ജനാധിപത്യവൽക്കരണം നടത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യയോട് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു പാരമ്പര്യത്തിന്റെ നിഷേധമാണ് കൂടുതലായിട്ട് കാണുന്നതെന്ന്. അപ്പോൾ അതുൽ പൂതാടിയുടെ കവിതകൾ വായിച്ചപ്പോൾ പാരമ്പര്യത്തിന്റെ പുതുക്കിപ്പണിയലുകളാണ് അതുലിന്റെ കവിതകൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണുക. അപ്പോൾ ഒന്ന് നിഷേധിക്കേണ്ട ആവശ്യം മാത്രമല്ല, അതിന്റെ പുതുക്കലുകൾ കൂടി വർത്തമാന കാലഘട്ടത്തിൽ ആവശ്യമാണ് എന്ന് അതുലിന്റെ കവിതകൾ എടുത്ത് വായിച്ചാൽ മനസ്സിലാവും. അതുലിന്റെ കവിതയിൽ വെള്ളിയാഴ്ച രാത്രി വെളിച്ച പന്തുകളി, ആ പേര് വെള്ളിയാഴ്ച രാത്രി പന്തുകളി തുടങ്ങി ഈ ഒരു പേര് ടൈറ്റിലിൽ വരുന്നത് പോലെ തന്നെയാണ്. കവിത എടുത്ത് വായിച്ചാൽ മനസ്സിലാവും. ആമ്പലും ചേമ്പും. നമ്മുടെ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ മനുഷ്യവിശ്വാസങ്ങൾ ഭയങ്കര ഭയമുള്ള ഒരു ദിവസമാണ്. ചില മതവിഭാഗങ്ങൾക്ക് പുണ്യ ദിവസമാണ്, ചിലവർക്കത് വെള്ളിയാഴ്ചയാണ്, പാതിരാത്രിയാണ്, യക്ഷിക്കഥകളും മിത്തുകളും ഒക്കെയുള്ള ഒരു തെയ്യവും വരവ് പോക്കും ഒക്കെയുള്ള ഒരു ദിവസം ആയിട്ടാണ് പ്രദാനം ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു നാട്ടുംപുറത്തിൻ്റെ വിശ്വാസങ്ങളെയും കളെയും കവിതയിൽ ബിംബവൽക്കരിക്കുന്നത് ഈ വർത്തമാന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ജാതി മതം വിശ്വാസങ്ങളുടെ ഒരു തിരിച്ചുവരവ്, നവോത്ഥാനത്തിനപ്പുറത്ത് നിന്നും ഒരു കടന്നുവരവ് നടക്കുന്നുണ്ട്. നമ്മൾ നേടിയ വെളിച്ചങ്ങളൊക്കെ ഇരുട്ടിലാക്കിക്കൊണ്ടുള്ള ഒരു മതപരമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള കടന്നുകയറ്റങ്ങൾ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് നിഷേധം മാത്രമല്ല, അവയുടെ പുതുക്കലുകൾ കൂടിയാണ് ആവശ്യമാണ് എന്നതാണോ ഇത്തരത്തിലുള്ള ഒരു കവിത എഴുത്തിലേക്ക് വഴിതെളിച്ചത്? നമസ്കാരം, എല്ലാവരും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഈ പറഞ്ഞതിൽ ഒരു തിരുത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അതായത് പാരമ്പര്യങ്ങളുടെ പുതുക്കലുകളല്ല, അതിൻ്റെ മറ്റൊരു തരത്തിലുള്ള തിരുത്തലുകൾ തന്നെയാണ് അതിനുകൊണ്ട് ശ്രമിച്ചിട്ടുള്ളത് എന്നതാണ്. പറഞ്ഞ കവിത വെള്ളിയാഴ്ച രാത്രി വെളിച്ചപ്പന്തുകളി എന്നത് നാട്ടിൻ പുറത്തിലുണ്ടാവും നമ്മളെല്ലാം കേട്ടിട്ടുള്ള പോക്കുവരവ് എന്ന മിത്ത് എന്ന ആ ഒരു മിത്തിനെ എടുത്തുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. അപ്പോൾ പാരമ്പര്യത്തിൻ്റെ അന്ധമായിട്ടുള്ള കടന്നുവരവിനെ നിഷേധിച്ചുകൊണ്ട് അതിനെ പുതിയ കാലത്തിൽ എത്തരത്തിൽ തിരുത്തി വായിക്കാമെന്നൊരു ശ്രമമാണ് അതിൽ നടന്നിട്ടുള്ളത്. ഇപ്പോൾ IPL കാലമാണ്. പോക്കുവരവ് എന്നൊരു കൺസെപ്റ്റിനെ, ഒരു മിത്തിനെ IPL നടക്കുന്ന, ക്രിക്കറ്റ് കളി നടക്കുന്ന നാമാവശേഷമായ തകർന്നു പോയ ഒരു മൈതാനം പോലെ കിടക്കുന്ന അമ്പലക്കുളത്തിൽ കൊറ്റികൾ വന്ന് ക്രിക്കറ്റ് കളിക്കുമ്പോൾ സൂര്യൻ പന്ത് പോലെ തെറിച്ചു പോകുമ്പോൾ എന്ന രീതിയിലാണ് ആ കവിത ആരംഭിക്കുന്നത്. അതുപോലെ ആശാന്റെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് നാട്ടിൻപുറത്തൊക്കെയുള്ള, നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ടിപ്പുവിന്റെ പടയോട്ടം നടന്ന കാലത്തൊക്കെ വിഗ്രഹം എടുത്ത് കുളത്തിൽ ചാടിയ ഒരു തിരുമേനിയുടെ കഥ കുട്ടിക്കാലത്ത് പലരും പല നാടുകളിലും കേട്ടിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഈ തിരുമേനി എന്ന മിത്തിനെ അല്ലെങ്കിൽ ഇതിനെയൊക്കെ മറ്റൊരു തരത്തിൽ പുതുക്കിക്കൊണ്ട് ഈ കവിതയിലെ തിരുമേനി പനങ്കള്ള് കുടിച്ച് പനയുടെ മേലെ നിന്നാണ് പ്രേതമായിട്ട് തിരിച്ചിറങ്ങി വരുന്നത്. അപ്പോൾ ഈ തിരുമേനിയോടാണ് ചോദിക്കുന്നത്, ദാഹിക്കുന്നു കൃപാരസ മോഹനം, കുറച്ച് കള്ള് നീ തരുമോ എന്നാണ് തിരുമേനിയോട് കള്ളൻ ചോദിക്കാം എന്ന് പറയുന്ന രീതിയിൽ പല പല പുതുക്കലുകൾ വരുത്തിക്കൊണ്ട്, തിരുത്തലുകൾ വരുത്തിക്കൊണ്ടാണ് ഈ ഒരു കവിത എഴുതിയിട്ടുള്ള. കവിതയെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ് അത്തരത്തിൽ പറഞ്ഞത്. പാരമ്പര്യം എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് നമ്മളതിനെ കൺസീവ് ചെയ്യുന്നത്, നമ്മളതിനെ പ്രയോഗിക്കുന്നത് എന്നുള്ള രീതിയിലിരിക്കും. കാരണം ഈ ട്രഡീഷൻ എന്ന് പറയുന്ന സംഗതിയിൽ നിന്ന് പൂർണ്ണമായിട്ടും മനുഷ്യന് ഒരു കാലത്ത് മോചനം ഉണ്ടാവില്ല. ഇപ്പൊ മാർക്സൊക്കെ എഴുതിയിട്ടുണ്ട്, മരിച്ചുപോയവരുടെ ദ ട്രഡീഷൻ ഓഫ് ഡെഡ്, മരിച്ചുപോയവരുടെ ട്രഡീഷൻ എന്നത് ജീവിച്ചിരിക്കുന്നവരുടെ തലച്ചോറിൽ ഒരു ഭാരമായി കുടികൊള്ളുന്നു എന്ന് ജയദേവിക അവരുടെ പുസ്തകത്തിൽ മാർക്സിനെ ഉദ്ധരിച്ചുകൊണ്ട് എഴുതുന്നുണ്ട്. അതുകൊണ്ട് ട്രഡീഷന് പൂർണ്ണമായിട്ട് നമുക്ക് പുറത്ത് കടക്കാൻ കഴിയില്ല. ഈ ട്രഡീഷനെ പുതിയ കാലത്തിൻ്റെ, പുതിയ രാഷ്ട്രീയത്തിൻ്റെ, പുതിയ ലോകധാരണയുടെ അടിസ്ഥാനത്തിൽ പെർസെപ്ഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള പാരമ്പര്യം വരും. ഇപ്പോൾ ഉപ്പിലമുത്തി എന്ന കവിത എടുക്കുകയാണെങ്കിൽ അത് ഒരു മിത്തിക്കലായിട്ടുള്ള, മാതൃഭൂമിയിൽ വന്ന ഉപ്പിലമുത്തി എന്ന കവിത ഒരു മിത്തിക്കലായിട്ടുള്ള ഒരു എലമെന്റിനെ, നാട്ടിൻപുറത്തുള്ള ഒരു കഥാപാത്രത്തെ എടുത്തുകൊണ്ട് എഴുതിയതാണ്. അപ്പം ഏതെങ്കിലും തരത്തിൽ പാരമ്പര്യ പ്രകീർത്തനമോ അല്ലെങ്കിൽ ജാതി പ്രകീർത്തനമോ ആയി മാറാതിരിക്കാനുള്ള ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നത് പുതിയ കാലത്തെ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവർ പുലർത്തേണ്ട രാഷ്ട്രീയ ജാഗ്രതയാണ്. ആ ജാഗ്രത പുലർത്തിക്കൊണ്ട് തൻ്റെ എഴുത്തിൽ, കവിതകളിൽ, സാഹിത്യത്തിൽ ഇടപെടുന്ന ഓരോ സന്ദർഭത്തിലും പെരുമാറുക എന്ന രാഷ്ട്രീയ ജാഗ്രതയാണ് കാണിക്കേണ്ടത്. അത് പുതിയ കാലത്തെ എഴുത്തുകാർ കൃത്യമായി തന്നെ കാണിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തോൽവിയും വിജയവും എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു A+ന്റെയോ ഗ്രേഡിന്റെ മൂലത്തിലല്ല നിൽക്കേണ്ടത്, അത് എന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച വ്യക്തിയാണ്. അപ്പോൾ എഴുത്തിൽ ഇതെങ്ങനെയാണ് കാണുന്നത്? അധ്യാപകരുടെ മകളായതുകൊണ്ട് തന്നെ ഈ അധ്യാപകർ നമ്മളെ വളരെ ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻ്റ് ആയേ പറ്റൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടോടെയാണ് കാണുന്നത്. എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമായിരുന്നു, ഞാൻ 10ാം ക്ലാസ് എത്തുമ്പോഴേക്കും ലോകം അവസാനിക്കണേ. എനിക്ക് ഹൃദയം തൊട്ടൊരു കവിതയാണ് മരിച്ചു പോയവളുടെ മുറിയിലേക്ക് എന്ന് പറയുന്നത്. നമ്മൾ വായിക്കുന്നത്, നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൽ
പല സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മളെപ്പോഴും നമ്മുടെ ദുഃഖങ്ങളിലേക്കാണ് കൂടുതൽ നോക്കുക. ആ വിഷമങ്ങളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന് അതിജീവിക്കാൻ എന്തെങ്കിലും എവിടെന്നെങ്കിലും ഒരു നുറുങ്ങുവെട്ടം കിട്ടുമോ എന്നാണ് വായനയിലൂടെ പലപ്പോഴും നമ്മൾ ശ്രമിക്കാറ്.